പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് മുന്നോട്ട് പോകുന്നത്. 4 തവണ ഓരോ മണ്ഡലങ്ങളും കയറി ഇറങ്ങാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. എങ്ങനെ പ്രചാരണ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, നല്ല സഹകരണമാണ്, നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. നല്ല അടിയൊഴുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ദിവസം എത്ര കേന്ദ്രങ്ങളാണ് പര്യടനം? ദിവസം 25-നും 30-നും ഇടയിലുള്ള കേന്ദ്രങ്ങളിലാണ് ഈ പ്രചരണം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി സംസാരിക്കുകയും ഇറങ്ങിയ ആളുകളുമായിട്ട് വോട്ട് ചോദിക്കേണ്ടി വരുന്നുണ്ട്. ഏതായാലും നന്നായിട്ട് പോകുന്നു. ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഒരു മണ്ഡലമാണ് മലപ്പുറം. ആ നിലക്ക് അവരുടെ വോട്ടുകൾ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? ന്യൂനപക്ഷങ്ങൾക്ക് എന്നെ അറിയാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും UP ഇലക്ഷന് ശേഷം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രതീക്ഷ BJP സംബന്ധിച്ചുണ്ട്. BJP ഇവർ പറയുന്ന പോലെയല്ല, കുറച്ച് നല്ല വ്യക്തിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് BJP ലീഡർമാർ കള്ളപ്രചരണങ്ങൾക്ക് അതീതമാണ് എന്നും മനസ്സിലായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി പ്രശ്നങ്ങൾ, ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായി ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇക്കാര്യമൊക്കെ പ്രചാരണായുധമാക്കും. അതുണ്ട്. പക്ഷേ ഞാൻ പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നേട്ടങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രശ്നങ്ങളുമാണ് സംസാരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നേട്ടങ്ങൾ, എന്തുകൊണ്ട് ഞാൻ MP ആകണം എന്നതിനെക്കുറിച്ച്. ക്ഷേമ പദ്ധതികൾ ഒരുപാട് നടപ്പാക്കുന്നുണ്ടെങ്കിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ക്ഷേമ പദ്ധതികൾ അതിൻ്റെ കൃത്യമായ അളവിലും ആഴത്തിലും വ്യാപ്തിയിലും കേരളത്തിൽ എത്തിപ്പെടുന്നില്ല. കേരളത്തിലുള്ള സർക്കാരും അതുപോലെ തന്നെ MP-മാരും അതിനെ തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ക്ഷേമ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുക, ഇവിടുത്തെ പ്രശ്നം പാർലമെൻറ്റിലെത്തിക്കുക, കേന്ദ്രത്തിന് മുന്നിലെത്തിക്കുക. അതുപോലെ തന്നെ റോഡ്, അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം, ആരോഗ്യ മേഖലയിൽ ആശുപത്രികളില്ലാത്ത പ്രശ്നം, സൗജന്യ ചികിത്സയിൽ ക്യാൻസർ രോഗികൾ, വൃക്കരോഗികൾ, ഈ വിഷയങ്ങൾ. ഇതാണ് ഞാൻ പ്രധാനമായിട്ട് റെയിൽവേ, നഞ്ചങ്കോട് റെയിൽവേ, വിമാനത്താവളം, പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊന്നും തന്നെയില്ല, വ്യവസായങ്ങളില്ല, എഡ്യൂക്കേഷണൽ ഹബ്ബില്ല. ഞങ്ങൾ അനുഗമിക്കുന്ന ദിവസം മങ്കടയിലായിരുന്നു ശ്രീപ്രകാശിന്റെ പര്യടനം. കുറഞ്ഞ പ്രചാരണ കേന്ദ്രങ്ങൾ, വലിയ ആവേശമൊന്നും പലയിടങ്ങളിലുമില്ല. നിശ്ചിത ദൂരത്തിലുള്ള ഓരോ പ്രചാരണ കേന്ദ്രങ്ങൾ. വലിയ പോരാട്ടത്തിന് പ്രതീതിയൊന്നുമില്ലെങ്കിലും സ്ഥാനാർത്ഥിയുടെ ഊർജ്ജമാണ് അണികൾക്ക് ആവേശം പകരുന്നത്. ഓരോ സ്ഥലങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വികസനവുമാണ് അദ്ദേഹത്തിന്റെ പ്രചാരണായുധം. ഭൂരിപക്ഷത്തോട് ജയിക്കണം എന്നാണ് ഇവിടെ ആചന. എന്താ വെച്ചാൽ ഇരുമുന്നണി ഇവിടെ ഭരിച്ചിട്ട് ആർക്കാർക്കും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ശ്രീപ്രകാശ് ജയിക്കണം, BJP ജയിക്കണം, ഇന്നലെ നമുക്ക് ഒരു രക്ഷയുള്ളൂ. ഉൾപ്രദേശങ്ങളിലാണ് കൂടുതൽ സമയം സ്ഥാനാർത്ഥി ചെലവഴിക്കുന്നത്. അടുത്ത പ്രചരണ കേന്ദ്രം എവിടെയാണ്? ജനഗണം പുഴക്കാട്ടിരി ടൗണാണ്. പുഴക്കാട്ടിരി ടൗൺ, ഇത് രാമപുരം കഴിഞ്ഞു, മക്കരപ്പുറം കഴിഞ്ഞു, രാമപുരം കഴിഞ്ഞു, പുഴക്കാട്ടിരി ടീ ബ്രേക്ക് പുഴക്കാട്ടിയാണ്. പുഴക്കാട്ടിരി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനിയുണ്ട് 10-13 സ്ഥലം. എത്ര മണിയോടാണ് സാധാരണ അവസാനം? കൃത്യം 10 മണി. ഇന്നലെ 10 മണിക്ക് കറക്റ്റ് 10 മണിക്ക് മൈക്ക് ഓഫ് ചെയ്യും, ഞങ്ങൾ ഓഫ് ചെയ്ത 10 മണിക്ക് 1-2 മിനിറ്റ് ഉണ്ട സമയത്ത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ആദ്യം മുതൽക്ക് ഞാൻ ചെയ്തത് സ്വാഭാവികമായിട്ട് ആളുകളെ കാണാനാണ് പുറപ്പെട്ടത്. അല്ലാതെ ഞാൻ ആദ്യം തന്നെ പ്രചരണത്തിന് പോകുമ്പോൾ ജനങ്ങൾ എത്ര ആളെ കാണാൻ പറ്റും എന്നതായിരുന്നു എൻ്റെ ചിന്ത. അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ഒരുപാട് ആളുകളെ കാണാൻ പറ്റി എന്ന പ്രതീക്ഷയിലാണ് എനിക്ക്. പ്രചാരണത്തിനിടെ പകലിന്റെ വെളിച്ചം കുറഞ്ഞു വന്നു. രാത്രിയിലും വാഹന പ്രചാരണമായാണ് ശ്രീപ്രകാശ് വോട്ട് ചോദിക്കുന്നത്. രാത്രി വൈകിയും BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരമാവധി വോട്ട് നേടുന്നതിനുള്ള സ്ഥാനാർത്ഥിയുടെ ഊർജ്ജമാണ് അണികളുടെ ആവേശം. ഈ ആവേശം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് BJP. സ്ഥാനാർത്ഥിക്കൊപ്പം ഇവിടെ പൂർണ്ണമാകുന്നു.